അമേരിക്കയും ചൈനയും തമ്മിലുള്ള താരിഫ് യുദ്ധത്തിൽ ആര് മുന്നിലെത്തുമെന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നാവിക കപ്പൽ നിർമ്മാണ രംഗത്ത് അമേരിക്കയെ കടത്തിവെട്ടി മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ചൈന. ചൈന നയതന്ത്ര സാമ്പത്തിക സൈനിക മാർഗങ്ങളിലൂടെ എതിരാളികൾക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ നീക്കമെന്ന് തന്നെ പറയാം. പ്രസിഡന്റ് ഷീ ജിൻപിങ് വൻതോതിലുള്ള സൈനിക വിന്യാസം തുടരുകയും ദീർഘകാല സമരത്തിന് രാജ്യത്തെ ഒരുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ചൈനയുടെ ഈ വികസനത്തെ പറ്റി അമേരിക്കൻ ഇൻഡോ പസഫിക് കമാൻഡിന്റെ തലവനായ അഡ്മിറൽ സാമുവൽ പാപ്പാരോ തുറന്നു പറഞ്ഞിരിക്കുന്നത്. അരിസോണയിൽ നടക്കുന്ന മക്കെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വാർഷിക സെഡോണ ഫോറത്തോടായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അമേരിക്ക നിർമ്മിക്കുന്ന ഓരോ 1.4 അന്തർവാഹിനിക്കും ചൈന പ്രതിവർഷം 2 അന്തർവാഹിനികൾ നിർമ്മിക്കുന്നുണ്ടെന്നും അമേരിക്കയുടേത് 1.8 ആണെങ്കിൽ 6 യുദ്ധക്കപ്പലുകളാണ് ഓരോ വർഷവും ചൈന നിർമ്മിക്കുന്നതെന്നും പപ്പാരോ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്ത്രപരമായ മത്സരം കൂടുതലായി കാണപ്പെടുന്ന ഇൻഡോ പസഫിക് മേഖലയിൽ തങ്ങളുടെ ആധിപത്യം നിലനിർത്താൻ അമേരിക്കൻ നാവികസേന ശ്രമിക്കുമ്പോൾ അവർക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയാണ് ചൈന. ചൈനയുടെ വിശാലമായ വ്യാവസായിക അടിത്തറയും സർക്കാർ നയിക്കുന്ന നയങ്ങളും മൂലം ഉൽപാദന നിരക്കുകളിലെ നാവിക ആധിപത്യ മേഖലയിൽ അമേരിക്കയുടെ ഭാവിയിൽ ആശങ്ക ഉണർത്തുന്നതാണ്. 2024 മധ്യത്തോടെ 219 യുദ്ധ കപ്പലുകളും 66 ആണവോർജ അന്തർവാഹിനികളും നിർമ്മിച്ച അമേരിക്ക നാവിക ശക്തി പ്രാപിക്കുന്നതിനായി വളരെ കാലമായി സാങ്കേതിക മേധാവിത്വത്തെയും ആഗോള സഖ്യങ്ങളുടെ ശൃംഖലകളെയും ആശ്രയിച്ചിരുന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ നാവികസേനയായി ഉയർന്നു വന്ന ചൈനയ്ക്ക് കപ്പലുകളുടെ എണ്ണം അനുസരിച്ച് 234 യുദ്ധ കപ്പലുകളും ഏകദേശം 60 അന്തർവാഹിനികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ 12 ആണവോർജ കപ്പലുകളും ഉൾപ്പെടുന്നുവെന്ന് സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് 2024 ജൂണിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൈനയുടെ അന്തർവാഹിനി കപ്പലിൽ ടൈപ്പ് 094 ജിൻ ക്ലാസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികളും ടൈപ്പ് 093 ഷാങ് ക്ലാസ് ആക്രമണ അന്തർവാഹിനികളും ഉൾപ്പെടുന്നതാണ്. ഇവ രണ്ടും ചൈനയുടെ കടലിനടിയിലെ സേനയെ നവീകരിക്കാനുള്ള ശ്രമത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. 135 മീറ്റർ നീളവും ഏകദേശം 11,000 ടൺ ഭാരവുമുള്ള ടൈപ്പ് 094 12 JL3 അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കുന്നവയാണ്. ഇവയ്ക്ക് 6200 മൈലിലധികം ദൂരപരിധിയുണ്ട്. ദക്ഷിണ ചൈന കടലിൽ നിന്ന് അമേരിക്കൻ വെസ്റ്റ് കോസ്റ്റിനെ ലക്ഷ്യമിടാൻ ഇവയ്ക്ക് കഴിയും. സൈനിക ഭീഷണികൾക്കപ്പുറത്തേക്ക് ചൈന അമേരിക്കയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ടെന്നാണ് പാപ്പാരോ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സൈബർ യുദ്ധം, സാമ്പത്തിക ബലപ്രയോഗം, വൈജ്ഞാനിക പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഹൈപ്പർസോണിക് മിസൈലുകൾ, ബഹിരാകാശ സംവിധാനങ്ങൾ തുടങ്ങിയ ഉയർന്നു വരുന്ന സാങ്കേതിക വിദ്യകളിലും ചൈന അതിവേഗം മുന്നേറുന്നുണ്ടെന്നും ഇത് പലപ്പോഴും അമേരിക്കൻ വികസനത്തെയും പരീക്ഷണത്തെയും മറികടക്കുന്നുണ്ടെന്നും ANI റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ചൈനീസ് സൈനിക അഭ്യാസങ്ങൾ അടിസ്ഥാനപരമായി ഒരു അധിനിവേശത്തിനുള്ള റിഹേഴ്സലുകളാണെന്നും പപ്പാരോ പറഞ്ഞു. കൂടാതെ തായ്വാനെ ചുറ്റിപ്പറ്റിയുള്ള സംഘർഷങ്ങൾ ഫിലിപ്പീൻസ്, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളെ ബാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യയുമായുള്ള സംയുക്ത സൈനിക പ്രവർത്തനങ്ങൾ, യുക്രൈൻ യുദ്ധത്തിലെ തന്ത്രപരമായ പിന്തുണ എന്നിവ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമായുള്ള ചൈനയുടെ ഏകോപനത്തെ പറ്റിയും പപ്പാരോ എടുത്തു പറഞ്ഞു. പപ്പാരോ എടുത്തു കാണിച്ച നാവിക കപ്പൽ നിർമ്മാണത്തിലെ ഈ ഉൽപാദന അസമത്വം അമേരിക്കൻ നിർമ്മാണ മേഖലയിലെ വെല്ലുവിളികളെ കൂടി ഉയർത്തി കാണിക്കുന്നതാണ്. അമേരിക്കയിൽ നാവിക കപ്പൽ നിർമ്മാണം നടത്തുന്നത് പ്രത്യേക യാർഡുകളിലാണ്. ഇലക്ട്രിക് ബോർട്ടും ന്യൂപോർട്ട് ന്യൂസുമാണ് അന്തർവാഹിനി നിർമ്മാണം കൈകാര്യം ചെയ്യുന്നത്. ഉയർന്ന തൊഴിൽ ചെലവ്, കർശനമായ ഗുണനിലവാര മാനദണ്ഡങ്ങൾ, വിതരണ ശൃംഖലയിലെ നിയന്ത്രണങ്ങൾ എന്നിവ ഉൾപ്പെടെ ഈ യാർഡുകൾ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കൂടാതെ അറ്റകുറ്റപ്പണികളിലെ തടസ്സങ്ങൾ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നുമുണ്ട്. നേരെ മറിച്ച് ചൈനയ്ക്ക് സൈനിക വാണിജ്യ ഉൽപാദനത്തെ സമന്വയിപ്പിക്കാവുന്ന വിശാലമായ ഒരു കപ്പൽ നിർമ്മാണ വ്യവസായമുണ്ട്. അതിന് വലിയ സാമ്പത്തിക ഗുണനിലവാര ശേഷിയുമുണ്ട്. ഹുലൂഡോവിയിലെ ബോഹായ് കപ്പൽശാല, ഡാലിയൻ കപ്പൽ നിർമ്മാണം, ഷാങ്ഹായിലെ ജിയാങ്നാൻ കപ്പൽശാല തുടങ്ങിയ പ്രധാന കപ്പൽശാലകൾ സർക്കാർ ഉടമസ്ഥതയിലുള്ളതും വൻതോതിൽ സബ്സിഡി നൽകുന്നതുമാണ്. ഇത് ദ്രുത നിർമ്മാണത്തിനും ആധുനികവൽക്കരണത്തിനും കഴിയുന്നവയുമാണ്. ചൈനയുടെ ആയുധപ്പുരയിലെ ഏറ്റവും നൂതനമായ യുദ്ധക്കപ്പലുകളിൽ ഒന്നായ ടൈപ്പ് 055 കപ്പൽപ്പടയുടെ ആധുനികവൽക്കരണത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ്.
ചരിത്രപരമായി അമേരിക്ക നാവിക കപ്പൽ മേഖലയിൽ ഒരു പ്രധാന കണ്ണിയായിരുന്നു. എന്നാൽ അതിനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ടാണ് നിലവിൽ ചൈന കുതിക്കുന്നത്. കപ്പൽ നിർമ്മാണത്തിലെ കുറവ് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ടെങ്കിലും ചൈനയ്ക്കൊപ്പം ഓടിയെത്താൻ ഇനി അമേരിക്കയ്ക്ക് കുറച്ചധികം സമയം തന്നെ വേണ്ടിവരും. യുഎസും ചൈനയും തമ്മിൽ നടത്തുന്ന പകരച്ചുങ്ക യുദ്ധത്തിൽ യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 245% നികുതി ഏർപ്പെടുത്തിയിരുന്നു. യുഎസ് വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങിന് ഓർഡർ നൽകിയ വിമാനങ്ങൾ ചൈന വാങ്ങില്ലെന്ന റിപ്പോർട്ടുകൾക്കിടയിലായിരുന്നു ഇത്തരത്തിലുള്ള പുതിയൊരു തീരുമാനം വന്നത്. തീരുവ ചുമത്തിയതിനെതിരെ ചൈന സ്വീകരിച്ച നടപടികൾക്ക് പകരമായിരുന്നു ഇത്തരത്തിൽ ഒരു തീരുമാനം. 10% തത്തുല്യ ചുങ്കം ചുമത്തിയതിന് പിന്നാലെ 75 രാജ്യങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറായെന്നും ചൈന മാത്രമാണ് എതിർത്ത് പ്രതികരിച്ചെന്നും വൈറ്റ് ഹൗസ് അന്ന് പുറത്തിറക്കിയ വിശദീകരണത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഗാലിയം, ജർമേനിയം, ആന്റിമണി തുടങ്ങിയ അപൂർവ മൂലകങ്ങളുടെ കയറ്റുമതി നിരോധിച്ചതടക്കമുള്ള ചൈനയുടെ നടപടികൾ പ്രകോപനപരമാണെന്നും പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൂടാതെ പ്രസിഡന്റ് ട്രംപിന്റെ അമേരിക്ക ആദ്യമെന്ന നയം രാജ്യത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയും സ്വാതന്ത്ര്യവും ശക്തമാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ഇതിൽ വിട്ടുവീഴ്ചയ്ക്ക് ഇല്ലെന്നും ഇതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ബോയിങ് വിമാനങ്ങളും വിമാന ഭാഗങ്ങളും വാങ്ങില്ലെന്ന ചൈനീസ് നിലപാട് ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഗുണമാകുമെന്നാണ് വിലയിരുത്തൽ. ചൈനീസ് വിമാന കമ്പനികൾ 100 ബോയിങ് 737 മാക്സ് ജെറ്റ് വിമാനങ്ങൾക്ക് ഓർഡർ നൽകി കാത്തിരിക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ്, ആകാശ എയർ തുടങ്ങിയ ഇന്ത്യൻ വിമാന കമ്പനികളും സമാന മോഡലിന് ഓർഡർ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ തീരുമാനത്തിൽ നിന്നും പിന്മാറാൻ 3 വിമാന കമ്പനികൾക്ക് ചൈന നിർദ്ദേശം നൽകിയിരുന്നു. ഇക്കാര്യം ഡൊണാൾഡ് ട്രംപും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതാണ്. അതേസമയം നിലവിലെ സാഹചര്യത്തിൽ ചൈനയ്ക്ക് നൽകേണ്ട വിമാനങ്ങൾ ഇന്ത്യൻ കമ്പനികൾക്ക് കൈമാറിയേക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. വിമാനങ്ങളുടെ കുറവ് മൂലം സർവീസുകൾ കൃത്യമായി നടക്കാൻ ആകാശ എയറിന് നിലവിൽ കഴിയുന്നില്ല എന്നാണ് റിപ്പോർട്ട്. ചൈനയ്ക്ക് കൈമാറേണ്ട വിമാനങ്ങൾ ലഭിച്ചാൽ പ്രതിസന്ധി മറികടക്കാമെന്നും കൂടുതൽ വളർച്ച നേടാമെന്നുമാണ് പ്രതീക്ഷ. അതേസമയം ബോയിങ് വിമാനങ്ങൾ വാങ്ങരുതെന്ന് രാജ്യത്തെ വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അന്നത്തെ വിശദീകരണം. ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ലെന്നും വിശദീകരണത്തിൽ പറയുന്നുണ്ട്. ആരുമായും തർക്കത്തിന് താല്പര്യമില്ലെന്നും എന്നാൽ നിശബ്ദമായി ഇരിക്കില്ലെന്നും ചൈന അന്ന് വ്യക്തമാക്കിയിരുന്നു.